ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ലൈഫ് ഒരു സ്റ്റേബിളില്ലാமல் അത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഇതുപോലെ തൊട്ടാൽ മതി, ഇതുപോലെ കാണുന്നുണ്ടോ, കണ്ടോ, തൊട്ടാൽ കൂടെ ഇതുപോലെ മുടി പൊഴിയുക, മുടിയിൽ കൈ വയ്ക്കാൻ വയ്യ. ഇതുണ്ട്, നോക്കിക്കോണേ, കണ്ട, ഇതുപോലെ മുടി പൊഴിയുന്നൊരവസ്ഥയായി എനിക്ക്. ഞാൻ തേച്ചുകൊണ്ടിരുന്ന എണ്ണ നിർത്തിയിട്ട് സാധാ മടിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോഴത്തേക്കും മുടി പൊഴിയാൻ തുടങ്ങി. മറ്റേ എനിക്കാണെങ്കിൽ നല്ല തിക്നെസ്, ഇതുണ്ടോ, മുടിയുടെ ഇതുണ്ടോ, തലയോട്ടിയൊന്നും കാണത്തില്ല, അതുപോലെ ഞെരുങ്ങി പിടിച്ച മുടി വളരുന്നത്. നല്ല മുടിക്ക് നല്ല നീളവും അതുപോലെ കഷണ്ടി ഭയങ്കരമായിട്ട് കയറിയായിരുന്നു. ഇപ്പോൾ ദാണ്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ശരിക്ക് കുട്ടി കുട്ടി മുടി, ഇതുണ്ടോ, വെട്ടിയിട്ടാൽ പോലും ഇത്രയും ഇതായിട്ട് ഇല്ല, അതുപോലെ മുടി വളരാൻ തുടങ്ങി. മുടിയെല്ലാം നല്ല ഈർക്കം പിടിച്ച് വളർന്ന ഞാൻ കാച്ചുന്ന എണ്ണ വെച്ച് തേച്ചിട്ട്. ഇപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇപ്പം 2 ആഴ്ച കഴിഞ്ഞു. ഞാനിപ്പോൾ എണ്ണയൊന്നും അങ്ങനെ അത് കാച്ചി എണ്ണ തീർന്നിട്ട് ഉപയോഗിക്കാതായി. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, മാനമായിട്ട് ഇന്ന് നമ്മുടെ എണ്ണ കാച്ചാം എന്ന് കരുതി. ഈ പോക്ക് പോയാൽ എൻ്റെ തലയിൽ മുടി കാണില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ എണ്ണ കാച്ചാമെന്ന് തീരുമാനിച്ചു. താണ്ടെ ഇത് അറിയാമല്ലോ, നീലയാമ്പരിയുടെ ഇത്, ഞവരയില, തുളസിയില. മക്കളെ എടുക്കല്ലേ വിട്. അതേമാതിരി വെള്ളത്തുളസി, കൃഷ്ണതുളസി, തെറ്റി, ചെമ്പരത്തി ഇല, പിന്നെ ഇത് കുഴിയുണ്ടാൻ, മുരിങ്ങയില, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇനി നമ്മുടെ എടുക്കേണ്ടത് ആര്യവേപ്പിൻ്റെ ഇലയാണ് എടുക്കേണ്ടത്. ഇതിനകത്ത് ഇനി 2 കൂട്ടം സാധനം ഇല്ല, 2-3 കൂട്ടം സാധനം ഇട്ടിട്ടില്ല. അപ്പോൾ അയ്യോ, നമ്മുടെ ആര്യവേപ്പ് കാഞ്ഞുണങ്ങി കിളുന്തെല്ലാം പൊട്ടി വരുന്നുള്ളൂ. ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല. നമ്മുടെ വേപ്പ് മാത്രമേ എല്ലാ വർഷവും അത് ഇങ്ങനെ ഇതായി പോയിട്ട് മൊത്തം ഇലയും പൊഴിഞ്ഞു പോയി ചീത്തയായി പോയതിന് ശേഷം അതിങ്ങനെ ഒന്നേന്ന് പൊട്ടി മുളച്ച് വരുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലാണ് ഞങ്ങളുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പം ഞാനിന്ന് എണ്ണ കാച്ചി എടുക്കാനുള്ള ഒരു പണിയിലാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളല്ലേ ഉള്ളൂ. ബൈ.